ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസ ഫലമാണ്. അത് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അതായത് നിവൃത്തി സ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനും സർവസമ്പത്പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനമായ 9-ാം ഇടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ 9-ാം ഭാവാധിപൻ നിവൃത്തി സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും കണ്ടകശനിയൊക്കെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏപ്രിൽ മാസത്തിൽ കണ്ടകശനിയൊക്കെ ഉണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും, വിജയങ്ങളോടൊപ്പം ചില ക്ലേശങ്ങൾ വന്നുപെടുവാൻ സൂചനയുണ്ട്. അതിന് ജാഗ്രത ആവശ്യമാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. കഫസംബന്ധമായിട്ടും വാദസംബന്ധമായിട്ടും ഒക്കെ ചില അസുഖങ്ങൾ വന്നുപെടാതെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കൃത്യനിഷ്ഠ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളായാലും മെഡിസിൻ കഴിക്കുന്ന കാര്യത്തിലായാലും വ്യായാമം ചെയ്യുന്ന കാര്യത്തിലും ഉറങ്ങുന്ന കാര്യത്തിലും ഒക്കെ കൃത്യനിഷ്ഠ വേണം. വളരെ വൈകിയൊക്കെ കിടന്നുറങ്ങുകയും വളരെ നേരത്തെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവർക്ക് അതീവ ശ്രദ്ധ ആവശ്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഭക്ഷണക്രമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തേണ്ടത്. ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലും ക്ലേശങ്ങൾ ഇപ്പോൾ നിലവിലുള്ളവർക്ക് പോലും ഉള്ളവർക്കും ഇല്ലാത്തവർക്കും രൂക്ഷമാകുന്നതിനുള്ള സൂചനയാണ് കാണുന്നത്. അതായത് രാശിയിൽ കേതുവും സപ്തമത്തിൽ രാഹുവും ശനിയും രാശ്യാധിപൻ നീചം ഭവിച്ച് സപ്തമ ഭാവത്തിലുമൊക്കെ തീരെ ബലം കുറഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം. കൂടെ ആദിത്യനുമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല വിധത്തിലും ദേഷ്യം വർദ്ധിക്കുകയും ടെൻഷൻ വർദ്ധിക്കുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുവാൻ സൂചനയുള്ളതിനാൽ കഴിവതും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമായിരിക്കുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം. കുടുംബജീവിതം കലുഷിതമാകാതിരിക്കുവാൻ ക്ഷമയും വിട്ടുവീഴ്ചയും പരമാവധി ചെയ്യുക തന്നെ വേണം. ഉത്തമ വാഹനയോഗവും ഉത്തമ ഗൃഹയോഗവും ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഉള്ള വാഹനം ഒന്ന് മോടി പിടിപ്പിക്കുന്നതിനുമൊക്കെ നല്ല അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരാം. അപ്രതീക്ഷിത ധന ആഗമന യോഗവും ഉണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ വളരെ നല്ലതാണ്. അധ്യാപകരായാലും മറ്റ് ഗവൺമെന്റ് ജീവനക്കാരായാലും സർക്കാർ ജോലിക്കാർ ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം. സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരായാലും മിലിറ്ററിക്കാരായാലും പോലീസ് ഓഫീസേഴ്സ് ആയാലും അവർക്കൊക്കെ പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. എന്നിരുന്നാലും ഈ രാശിക്കാരായിരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു വിടുന്നതിന് സൂചനയുണ്ട്. അത് സംസാരം കൊണ്ടൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമായിട്ട് ഇടപെടുന്നതും അതീവ ജാഗ്രത ആവശ്യമാണ്. ഇല്ലാത്ത തിരക്കഥകൾ ഉണ്ടാക്കി ചിത്രീകരിക്കുവാൻ ശത്രുക്കൾ തക്കം പാർത്തിരിക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ. വളരെ ജാഗ്രത പുലർത്തുക. വിദേശത്തായിരിക്കുന്നവർക്കും വളരെ നല്ലതാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന സമയം. ജലരാശി അധിപനായിരിക്കുന്ന ശുക്രൻ, ജലഗ്രഹമായിരിക്കുന്ന ശുക്രനും ജലരാശി അധിപനായിരിക്കുന്ന വ്യാഴവും പരിവർത്തന മഹായോഗത്തിൽ ഭാഗ്യസ്ഥാനവും സാഗരയോഗത്തോടുകൂടിയൊക്കെ ബലവാനായിട്ട് നിൽക്കുന്ന ഈ മാസം വിദേശത്തായിരിക്കുന്നവർക്കും പ്രൊമോഷൻ വന്നു ചേരുകയോ അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് വിവാഹം വന്ന് നടക്കുന്നതിനും വാക്കാകുന്നതിനും ഒക്കെ യോഗമുള്ള സമയം. പ്രണയം
ആരംഭിക്കുന്നതിനും ഒക്കെ സൂചനയുള്ള നല്ല പ്രണയങ്ങൾ വന്നു ചേരുവാനും ഒക്കെ ഭാഗ്യം അല്ലെങ്കിൽ ദൈവാധീനം ഒക്കെയുള്ള സമയമാണ്. IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അനുഗ്രഹപ്രദമാണ്. അതുപോലെ മെഡിക്കൽ രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർ, കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവര്, വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവര്, ഒരു വാഹനം വാങ്ങണം എന്ന് വിചാരിച്ച് ദീർഘകാലമായിട്ട് വിഷമിക്കുന്ന വാഹനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, ഡ്രൈവർമാരും ഒക്കെ. അവർക്ക് ആഗ്രഹം പൂർത്തീകരിച്ച് ഒരു നല്ല വാഹനം വന്നു ചേരുവാനൊക്കെ യോഗമുള്ള കാലമാണ്. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക. അതുപോലെ മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവര്, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവര്, മറ്റ് ഗൃഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവരും വ്യാപാരികൾക്കും ഒക്കെ പൊതുവെ ഐശ്വര്യങ്ങൾ വന്നു ചേരും. വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് ആഭരണങ്ങളും പുതുമയുള്ള വസ്ത്രങ്ങളും വന്നു ചേരുന്നതിന് യോഗമുണ്ട്. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും യോഗമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണമായ വിഷു ആശംസകൾ.